തൽക്കാലം അതങ്ങനെ പോട്ടെ, അതല്ലേ നല്ലത്. അതെ അതെ അതെ, അണ്ണനെ അല്ലാതെ തന്നെ 1000 പ്രശ്നങ്ങളാണ്. ഇതിപ്പോ ഇങ്ങനെ പോട്ടെ, എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാ ഞാൻ വെക്കട്ടെ അങ്ങളെ. മക്കളുടെ അടുത്ത് ഭാനുമ മാത്രമേ ഉള്ളൂ. ഓക്കെ മോളെ, ഓക്കെ. എന്താ ടെൻഷൻ ഉണ്ടോ? ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അതാ എന്റെ പേടി. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിട്ടതിന് സുശീൽ ചിലപ്പോ നിന്നെ കൈവയ്ക്കും. ഏയ്, അതൊന്നും ചേച്ചി ചെയ്യത്തില്ലെന്നേ. ഞാനേ രാവിലെ വന്ന് കാര്യമെല്ലാം പറഞ്ഞു പോയതല്ലേ. ചേട്ടൻ വാ ധൈര്യമായിട്ട്. ആ ആരോടും ഒരു വാക്ക് പറയാതെ ഇവിടുന്ന് പോയതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അനന്തമാഷ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്യാം. ഈ മനുഷ്യനൊരു പാവാ. എല്ലാരും കൂടി മനസ്സ് വെച്ചിട്ട് ഇദ്ദേഹത്തെ കൂടി കുടുംബത്തിലൊരാളായി കണ്ടിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ഇക്കാര്യത്തിൽ? താൻ വിളിച്ചുകൊണ്ട് വരുന്നവരെയൊക്കെ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ ഇത് സത്രമൊന്നും അല്ല. എടാ, നീ എന്താടാ ഇയാളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകത്തെ? എന്താ? അല്ല, അത് പിന്നെ എന്ത് പിന്നെ? അവനെ വിട്ടേക്ക്. തെറ്റ് ചെയ്തത് ഞാനല്ലേ. ധന, നീ പൊയ്ക്കോ. ഓ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇക്കാലത്ത് നല്ലത് ചെയ്താൽ എപ്പോഴും നാണം കിടുമല്ലോ. വഴി വെച്ചാണെങ്കിൽ എന്റെ വണ്ടി പഞ്ചറായി. ഇനി തള്ളിക്കൊണ്ടു പോകുന്നതിനെ നാണക്കേടാണെങ്കിൽ വേറെയും. ഓ ആ ശരിയെന്നാ. ഇന്ദിര, എന്നെ മറ്റെങ്ങോട്ടോ മാറ്റാന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സ്ഥലം ശരിയായെങ്കിൽ ഞാനങ്ങോട്ട് പൊയ്ക്കോളാം. സ്ഥലം ഉണ്ടാക്കാൻ കാശൊന്നും കെട്ടി വെച്ചിട്ടില്ലോ ഇയാൾ ഇവിടെ? ഉണ്ടോ? അഡ്വാൻസ് അല്ലേ കൊടുത്തിട്ടുള്ളൂ. അവിടെ ചെന്നാലേ ബാക്കി ഇങ്ങോട്ട് കൊടുക്കണം. അതൊന്നും കുഴപ്പമില്ല. കുറച്ച് കാശ് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നാളെ അത് വാങ്ങി കൊടുക്കാം. അങ്ങനെ കടം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഓണം കഴിയട്ടെ എന്ന്. അതുവരെ ഈ ശല്യം എല്ലാവർക്കും സഹിക്കാം. അതിനുശേഷമേ പല സർക്കാർ വക അനാഥാരത്തിനും കൊണ്ടുവന്നാക്കാം. അത്രേ ഉള്ളൂ. അല്ല പിന്നെ ഓണം വരെ ഇവിടെ തുടരാന്നാ പറഞ്ഞേ. അങ്ങനെ ഒരു ആഗ്രഹം അനന്തൻ മാഷോടും പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, പറഞ്ഞിരുന്നു. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. സത്യ, ഞാൻ ഇറങ്ങുക. എനിക്കിത് വിശ്വസിക്കാമോ മോനെ? വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടേക്കോ മഞ്ഞുരുകുന്നുണ്ട്. ഇനി അത് ഒഴുകി വന്ന് മറ്റൊരു മഞ്ഞുമല രൂപപ്പെടാതിരുന്ന ഭാഗ്യം. ഇതിലപ്പുറം എനിക്ക് വേറൊരു ഭാഗ്യം വേണ്ട മോനെ. ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം.